എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആര്യ. മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വെണ്ടയുടെ കുറച്ച് കൃഷി രീതികളെ കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഒന്നോ രണ്ടോ ഗ്രോ ബാഗിലെങ്കിലും ഒരു വെണ്ട നമ്മൾ കൃഷി ചെയ്യാതിരിക്കുകയില്ല. അപ്പോൾ അതിനകത്തൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടോ കായ്കളായിരിക്കും പിടിക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് കൂടുതൽ വിളവ് കിട്ടുന്നതിനും ഇനി അഥവാ നമുക്ക് വെണ്ട കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനകത്ത് വെറും ഒരു 15-20 ദിവസത്തിനുള്ളിൽ നിറയെ കായ്കളെല്ലാം പിടിച്ചു കിട്ടാനും ഇതുപോലെ താഴെ മുതൽ മുകൾ വരെ ഇതുപോലെ കണ്ടോ ഇങ്ങനെ കുറ്റി പോലെയാണ് നമ്മുടെ ഈ ഒരു വെണ്ടയിലൊക്കെ നിറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത ഒരു സ്പെഷ്യൽ വളക്കൂട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ചെടികളിൽ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇതുപോലെ നല്ലൊരു വിളവെടുപ്പ് നടത്താമെന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വളം എന്താണെന്ന് അറിയണ്ടേ? വേറെ ഒന്നുമല്ല, ജൈവ സ്ലറിയാണ്. ജൈവ സ്ലറി തയ്യാറാക്കുന്ന ആ ഒരു പല വീഡിയോയും ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ആ ഒരു ജൈവ സ്ലറി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ കൊടുത്തേക്കാം. അതൊന്ന് ചെയ്ത് നോക്കിയാൽ നല്ലൊരു റിസൾട്ട് നൽകുന്ന നല്ലൊരു മാജിക് ഫെർട്ടിലൈസർ തന്നെയാണ് നമ്മുടെ ഈ ഒരു ജൈവ സ്ലറി എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് കണ്ടല്ലോ, നമ്മുടെ ഈ ഒരു വെണ്ടയിലൊക്കെ ഇപ്പൊ ഈ ഒരു ഒരെണ്ണം മാത്രമല്ല, നിറച്ച് നമ്മൾ ചുമലയും പച്ചയും അങ്ങനെ വിവിധ ഇനത്തിൽപ്പെട്ട ഒരുപാട് വെണ്ടകൾ നമ്മൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്തൊക്കെ നിറയെ കായ്കൾ പിടിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് മാത്രമല്ല, ഇത് കണ്ടോ ഇതിനകത്തുണ്ട്. അങ്ങനെ ഞാനൊരു 10-20 ചട്ടിയോളം നമ്മൾ ഈ ഒരു വെണ്ട നമ്മൾ കൃഷി ചെയ്തിരിക്കുകയാണ്. കണ്ടോ, ഇതിൻ്റെയൊക്കെ ആ ഒരു വെയിറ്റ് കൊണ്ട് തന്നെ ആ ഒരു വെണ്ടയ്ക്ക് എല്ലാം ഇങ്ങനെ മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കണക്കിന് വെണ്ടയ്ക്ക എനിക്ക് ഉണ്ടായി കിട്ടിയത് വെറും 20 ദിവസം കൊണ്ടാണ്. ഒരു 2-3 ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു നിറച്ച് നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടാക്കാനുള്ള ആ ഒരു സ്പെഷ്യൽ വളക്കൂട്ട് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ. ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ജൈവ സ്ലറി ഉണ്ട്. അത് നമുക്ക് എങ്ങനെ നമ്മുടെ ആ ഒരു ചെടിയിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ മികച്ച ഒരു ജൈവ സ്ലറി തന്നെയാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കത് എങ്ങനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് വേണം അത് ഒഴിക്കാനായിട്ട്. അതെങ്ങനെ നമുക്ക് ഒഴിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജൈവ സ്ലറി എന്ന് പറയുന്നത്. കണ്ടോ, അതിൻ്റെ ആ ഒരു നിറം തന്നെ കണ്ടോ, നല്ല ഒരു ലായനിയായിട്ടിരിക്കുകയാണ്. നമ്മൾ കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക്, ചില സ്ഥലങ്ങളിൽ അങ്ങനെ നമ്മൾ ഷോപ്പുകളിൽ ചെല്ലുമ്പോൾ കടലപ്പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയാൻ പറ്റത്തില്ല, കപ്പലണ്ടി പിണ്ണാക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും പച്ച ചാണകവും കൂടെ നമ്മൾ ചേർത്ത് ഒരു 10-20 ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ജൈവ സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കുന്നത്, നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിനകത്തേക്ക് ഈ ഒരു കപ്പിന് ഞാനിപ്പോൾ ഇതിനകത്തുനിന്ന് 2 കപ്പാണ് എടുക്കുന്നത്. 2 കപ്പ് ജൈവ സ്ലറിയാണ് ഞാൻ എടുത്തത്. ഇനി നമുക്ക് ഈ ഒരു കപ്പിന് നമുക്ക് 2 കപ്പ് വെള്ളം, അതായത് ഇരട്ടി വെള്ളം ചേർത്ത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. നമുക്കതൊന്ന് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു 2 കപ്പ് ജൈവ സ്ലറിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇനി നമുക്ക് 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പിന് 2 കപ്പ് എന്നുള്ള കണക്കിനാണ്. അപ്പം നമ്മൾ 2 കപ്പ് എടുത്തല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് 4 കപ്പ് വെള്ളം ചേർക്കണം. ഇപ്പം നമ്മൾ 4 കപ്പ് വെള്ളം ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി നോക്കുമ്പോൾ ഇതിന് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കൂടെ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്കൊരു ഇച്ചിരി കട്ടി കൂടുതലുള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 കപ്പ് കൂടെ വെള്ളം ചേർക്കുകയാണ്. നിങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു നന്നായിട്ട് കൊഴുപ്പുണ്ടെങ്കിൽ മാത്രം കുറച്ചുകൂടെ വെള്ളം ചേർത്താൽ മതി. ഇതിപ്പോൾ അത് കറക്റ്റ് കണക്കായിരിക്കുകയാണ്. ഇനി നമുക്ക് വെണ്ട ചെടികൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഈ ഒരു ചട്ടിക്ക് ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനപ്പോൾ അത് ഒഴിച്ചു. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറച്ചധികം വെണ്ടയുടെ ചട്ടികളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ചെടികൾക്ക് കാണാനായിട്ട് സാധിക്കും. നല്ലൊരു പച്ചപ്പ് ഉണ്ടാകുകയും അതിനകത്തൊക്കെ പെട്ടെന്നാണ് അതിന് ഫ്ലവറിങ് വരുന്നത്. നമ്മൾ ഒരുപാട് ദിവസമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾ പൂക്കാനും നന്നായിട്ട് ഒരുപാട് കായ്കൾ ഉണ്ടാകുകയും ചെയ്യും. നമുക്കെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇത് നമുക്കൊരാഴ്ചയിൽ 2-3 തവണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടുകൂടി വളരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ജൈവ സ്ലറി എന്ന് പറയുന്നത് നമുക്ക് 1 മാസം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ വീണ്ടും കുറേശ്ശെ തയ്യാറാക്കി നമ്മൾ വെച്ചിരുന്നാൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ നമുക്ക് കുറച്ച് ജൈവ സ്ലറി ഉണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് എപ്പോഴും കൊടുക്കുന്നത് കൊണ്ടും യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ വെള്ളത്തിന് പകരമായിട്ട് കുറച്ചധികം വെള്ളമൊക്കെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ട് എല്ലാവരും കുറച്ചളവിലെങ്കിലും നമ്മുടെ വീട്ടിൽ ജൈവ സ്ലറി ഒന്ന് തയ്യാറാക്കി വെച്ച് നമ്മുടെ ചെടികളിൽ ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്താൽ വളരെ പെട്ടെന്ന് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറി നമ്മുടെ ആ ഒരു വെണ്ടച്ചെടികളിൽ കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. നല്ല ചൂടാണ്, അതുകൊണ്ട് ഡൈല്യൂഷൻ വളരെ കറക്റ്റായിരിക്കണം. നമ്മൾ വെള്ളം അല്പം കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത്. എങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ജൈവ സ്ലറി തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ 1:1:1 എന്നുള്ള ഒരു അനുപാതത്തിലാണ് നമ്മൾ ഈ ഒരു ജൈവ സ്ലറി തയ്യാറാക്കേണ്ടത്. പച്ച ചാണകം നമ്മൾ അല്പം കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു കുട്ടയോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോ നമുക്ക് നിറച്ചു വേണേലും ഉപയോഗിക്കാം. എന്നിട്ട് നമുക്കത് അതിനകത്തേക്ക് ആ ഒരു പച്ച ചാണകത്തിനകത്തേക്ക് 1 കിലോ കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്ക്, അതല്ല ഇനി അതിൻ്റെ കൂടെ 1 കിലോ വേപ്പിൻ പിണ്ണാക്കും കൂടെ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 10-20 ലിറ്റർ വെള്ളം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് കലക്കി വെച്ചതിന് ശേഷം 3 ദിവസം നമുക്ക് പറ്റാവുന്ന ഏതെങ്കിലും ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതുപോലെ തന്നെ മൂടി വെക്കുക. 3-ാമത്തെ ദിവസമാകുമ്പോൾ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസമാകുമ്പോൾ മുതൽ നമുക്ക് അതിനകത്ത് നിന്ന് ആവശ്യമുള്ള ജൈവ സ്ലറി എടുത്ത് നമ്മുടെ ചെടികളിൽ ഉപയോഗിക്കാവുന്നതാണ്. ചെടികൾക്ക് നല്ല പച്ചപ്പ് ഉണ്ടാകുന്നതിനും അതിലൊക്കെ നിറയെ കായ്കൾ പിടിച്ചു കിട്ടാനും വളരെ യൂസ്ഫുള്ള ഒരു വളമാണ് നമ്മുടെ ഈ ജൈവ സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ, ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.